അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരങ്ങളെ, 40 വയസ്സിലെത്തിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ സൂറത്ത് അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനുള്ള വസിയ്യത്ത് അള്ളാഹു നൽകുകയും പ്രത്യേകിച്ച് ഉമ്മമാർ നമ്മെ ഗർഭം ചുമക്കുകയും പ്രസവിക്കുകയും നമുക്ക് മുലപ്പാൽ നൽകുകയും ചെയ്ത കാലഘട്ടത്തെയും അതിലവരനുഭവിച്ച പ്രയാസങ്ങളും വേദനകളുമെല്ലാം എടുത്തു പറഞ്ഞതിന് ശേഷം നമ്മൾ വലുതായി ശക്തി പ്രാപിച്ചു യുവത്വം പിന്നിട്ട് 40 വയസ്സിലെത്തിയാൽ വബലഗ 40 സന, അങ്ങനെ അവൻ 40 വയസ്സിൽ എത്തുകയും ചെയ്താൽ ഖാല, അവൻ പറയും, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അപ്പോൾ 40 വയസ്സിലെത്തിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ശുക്രൻ ലില്ലാ, അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നതാണ്. ഇത്രയും കാലം പിന്നിട്ട ആയുസ്സിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലേറെയും നമ്മുടെ മാതാപിതാക്കൾക്ക് കൂടി അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അള്ളാഹുവേ, എനിക്ക് നീ നൽകിയ അനുഗ്രഹത്തിനും എൻ്റെ മാതാപിതാക്കൾക്ക് നീ നൽകിയ അനുഗ്രഹത്തിനും നന്ദി കാണിക്കാനുള്ള, ശുക്ർ ചെയ്യാനുള്ള പ്രചോദനം എനിക്ക് നീ നൽകണമേ. പിന്നിട്ട ഇത്രയും വർഷങ്ങളിൽ അള്ളാഹു നൽകിയ എല്ലാ നിഅമത്തുകൾക്കും നന്ദി കാണിക്കുക എന്നതാണ്. അള്ളാഹു നൽകിയ എല്ലാ നിഅമത്തുകളെ സംബന്ധിച്ചും സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിഅമത്തുകളെ കുറിച്ച് നാളെ ചോദ്യം ഉണ്ടാകും. ജീവിതത്തിൽ എപ്പോഴും അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിൻ്റെ നിഅമത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന കൽപ്പനയും നമുക്ക് കാണാം. അപ്പോൾ 40 വയസ്സിലെത്തിയ ഒരാൾ അള്ളാഹുവിന് നന്ദി കാണിക്കുക, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി എടുത്തു പറയുക. അതോടൊപ്പം ഇത്രയും കാലം 40 വയസ്സ് വരെ നമ്മൾ ജീവിച്ചത് പലപ്പോഴും മാതാപിതാക്കളുടെ കീഴിലാണ്. അവർ നൽകിയ സപ്പോർട്ടും അവർ നൽകിയ പരിഗണനയും എല്ലാമാണ്. അള്ളാഹു അവർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടാണ് നമ്മളും ജീവിച്ചത്. അതുകൊണ്ട് അള്ളാഹുവെ, ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ പ്രചോദനം നൽകണമേ. രണ്ടാമത്തേത് അൽ അമലു സ്വാലിഹ്. ഇനി ഒരു പക്ഷേ ജീവിച്ച അത്രയും ഒരു മനുഷ്യൻ ശരാശരി ജീവിക്കുകയാണെങ്കിൽ ഇനി കാലമില്ല. അതുകൊണ്ട് അള്ളാഹുവെ, നീ ഇഷ്ടപ്പെടുന്ന നല്ല കർമ്മങ്ങൾ ചെയ്യാൻ, സ്വാലിഹായ അമലുകൾ ചെയ്യാനുള്ള പ്രചോദനം നൽകണമേ എന്നതാണ് രണ്ടാമത്തെ കാര്യം. അള്ളാഹുവെ, വഅൻ അഅമല സ്വാലിഹൻ തർള, നീ തൃപ്തിപ്പെടുന്ന നല്ല നല്ല അമലുകൾ ധാരാളമായി ചെയ്യാനുള്ള തൗഫീഖ് നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. കാരണം ഇനി ഒരു പക്ഷേ ഇത്രയും കാലം ഉണ്ടായിരുന്നത്ര ആരോഗ്യവും അതുപോലെ തന്നെ ശേഷിയും ഒന്നും ഉണ്ടാകണമെന്നില്ല. അള്ളാഹുവെ, അതുകൊണ്ട് ധാരാളമായി അമലുകൾ ചെയ്യാനുള്ള ആഫിയത്ത്, ആരോഗ്യം, അതിന് വേണ്ട മനസ്സ്, സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തരണമേ എന്നതാണ്. മൂന്നാമത്തേത് അദ്ദുആഹു ബിസ്വലാഹി ദുരിയ. ഇനി മക്കൾ വളർന്നു വരുന്നു, അവർ വലുതായി വരുന്നു, ആ മക്കളിൽ എനിക്ക് നീ നന്മകൾ നൽകണമേ എന്നതാണ്. അള്ളാഹുവെ, എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ. വഅസ്ലിഹ്ലി ഫി ദുരിയത്തി, നല്ല മക്കളായി എൻ്റെ മരണത്തിന് ശേഷവും എനിക്ക് ഉപകാരപ്പെടുന്ന, എന്നെ മറക്കാത്ത, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാക്കി എനിക്ക് ശേഷം വരാനിരിക്കുന്ന എൻ്റെ തലമുറയെ എനിക്ക് നീ നന്നാക്കി തരണമേ എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം തജ്ദീദു തൗബ, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക, തൗബ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നതാണ്. ഇന്നി തുബുത്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ, അള്ളാഹുവെ, തീർച്ചയായും ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, ഞാൻ തീർച്ചയായും നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാകുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത്. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും തൗബ ചെയ്യുകയും പശ്ചാത്താപ മനസ്സോടുകൂടി ജീവിക്കുകയും ചെയ്യുക എന്നതാണ് 40 വയസ്സായ ആളുകൾ ചെയ്യേണ്ട 4 കാര്യങ്ങളിൽ നാലാമത്തെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.